ശ്രീ മഹേഷ്, ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ ഇണക്കി വളർത്തുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എനിക്കത് ഇണക്കി വളർത്തുകയല്ല, മെരുക്കി വളർത്തുകയാണ് എന്ന് പേടിപ്പിച്ച്, ഭയപ്പെടുത്തി, വേദനിപ്പിച്ച്, ചട്ടം പഠിപ്പിച്ച് ഒക്കെയാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ജീവിയെ അല്ലേ മെരുക്കി വളർത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ സ്വന്തം അധീനതയിലാണ് ഞാനൊരു കോല് വെക്കുന്നിടത്ത് അതവിടെ നിൽക്കും എന്ന വിശ്വാസത്തിന്റെ പേരിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആനച്ചോറ് കൊലച്ചോറാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഉണ്ട് നടക്കുമ്പോഴും അവനവൻ്റെ ജീവൻ പോലും പലപ്പോഴും പലർക്കും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അത് പണം കൊടുത്താൽ തിരികെ കിട്ടുന്ന ഒന്നല്ല. നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമായിരിക്കും, കുടുംബത്തിന് താങ്ങാവാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ ഇപ്പോൾ ഈ നിയമം കർശനമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ ഇതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിലവിലുള്ള ലൈസൻസുകൾ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇനി ഇത്തരത്തിൽ പുതിയ ലൈസൻസുകൾ കൊടുക്കുന്നതിനൊരു റെസ്ട്രിക്ഷൻ വരുത്തുക എന്നാണ് എങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അതിൽ എതിർപ്പുണ്ടാകുമോ? ആദ്യമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇത് അദ്ദേഹം പറഞ്ഞത്, പ്രദീപ് തിരുമേനി നമ്പൂതിരി പറഞ്ഞത് ആന എഴുന്നള്ളിപ്പ് ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ ജയചന്ദ്രനും വന്ന് പറഞ്ഞത് ഇത് വേറെ എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം ഞാൻ എന്താ പറയുക, പ്രദീപ് നമ്പൂതിരിയെക്കുറിച്ച്, മേൽശാന്തിയെക്കുറിച്ച് ഞാനൊന്നും ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം അത്രയും എന്താ പറയുക ഭയത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഇനി വീണ്ടും അതൊന്നും പറയാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ജയചന്ദ്രനൊക്കെ മനസ്സിലാക്കേണ്ടത്, അതായത് ആന എഴുന്നള്ളിപ്പ് കേരളത്തിൽ നടക്കുന്നത് ഒരു ആചാരത്തിൻ്റെ പേരിൽ തന്നെയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദങ്ങളിൽ എവിടെയും ആനയെ എഴുന്നള്ളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. വേദങ്ങളിൽ പറഞ്ഞിട്ട് കാണില്ല. ക്ഷേത്രം എവിടെയാണ്? തന്ത്രമാണ് ക്ഷേത്രം. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പഠിക്കൂ. അപ്പോൾ നമുക്കറിയാം, ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്ത് ഗജങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു ക്ഷേത്ര സങ്കല്പം പോലും. അത് ക്ഷേത്രത്തിനുള്ളിൽ പോയി നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. നോക്കൂ, നമ്മൾ ഇപ്പോ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച, ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയിട്ട് കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് തൽക്കാലം പോവേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ രണ്ടുപേരോടും അത് പറയുകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യരുടെ സൂക്തങ്ങൾ തൊട്ട് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ മൃഗസ്നേഹം പറയുന്ന ആളുകൾ, ഞാൻ മറ്റൊന്നും ചോദിച്ചോട്ടെ, ഈ മൃഗസ്നേഹം പറയുന്ന ആളുകൾ കഴിഞ്ഞ 14 വർഷം കൊണ്ട് 25 പേരോളം മരിച്ചു കഴിഞ്ഞു കാട്ടുന്ന ആനകൾ ഇറങ്ങി വന്നിട്ട്. അവർ പറയുന്നത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ്? അവിടെ അവർക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കടന്നു നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതിനുള്ള പ്രതിവിധി എന്താണ് അവർ ചെയ്യേണ്ടത്? ഇതാരെ പറയുന്നത് ആരാണെന്ന് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയൂ, അവിടെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലായിരിക്കും അക്രമമില്ല. തമിഴ്നാട്ടിലെങ്ങാനും കാട് കയറിയ ഗുണ്ടയ്ക്കൊരുണ്ട സ്കീമിൽ പെടുത്തും. തമിഴ്നാട്ടിൽ ആരും കാട് കയ്യേറില്ല, ഗുണ്ടയ്ക്കൊരുണ്ട സ്കീമിൽ പെടുത്തും അവര്. ഇവിടെ മാത്രം ഇതൊക്കെ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് 500 ലിറ്റർ വെള്ളം വേണം, ഇതാരും കൊടുക്കുന്നില്ല. വെറുതെ എന്തെങ്കിലും വന്നിരുന്ന് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് വിളിച്ച് പറയില്ലേ? നിങ്ങൾ ഒരു ആനോടമസ്ഥന്മാരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കും ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണോ വെള്ളം കൊടുക്കാനായിട്ടാണോ? അതല്ലാണ്ട് നിങ്ങൾ ഒരു അവസരം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അത് അവസരത്തിനുള്ളിൽ എന്തും വിളിച്ച് പറയാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇരുത്തിക്കൊണ്ടാണ് പറയരുത്. നിങ്ങളുടെ സിനിമാ മേഖലയിലാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം വളരെ സുതാര്യമായിട്ടാണല്ലോ നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഈ മേഖലയിൽ എത്രയോ കേസുകളുണ്ട്. അതൊന്നും ഇടപെടാതെ വെറുതെ ഇതിനകത്ത് വന്നിട്ട് പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വായിക്ക് തോന്നിയത് മുഴുവൻ വിളിച്ച് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കും. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോവേണ്ടതില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളിലെല്ലാം പല വാദങ്ങളുണ്ട്. അതിനെ അങ്ങനെ തന്നെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആകെ കഴിയുന്നത് ഒരു നിയമപരമായ ഇടപെടലാണ്. അതാവുമ്പോ ആർക്കും തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, നമ്മൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. ഇത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സാധ്യതകൾ അന്വേഷിക്കുക, ഈ കാര്യത്തിനകത്ത് ഇതേപോലുള്ള ആളുകളാണ്
ഇതേപോലുള്ള ആളുകളാണ് പുറത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളിലെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ വ്യക്തമായിട്ട് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം. കിട്ടുന്ന ഒരു അവസരത്തിൽ എല്ലാം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നില്ല, ആനയുടെ കാലിന് വെള്ളം വെക്കുന്നില്ല, ഇതൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും കാണാതെ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ആവരുത്. സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് സാർ. ഒരു നിമിഷം. അല്ല, ഇങ്ങനെ തർക്കിച്ച് പോകാൻ കഴിയില്ല. നമുക്ക് പലതരം അഭിപ്രായങ്ങളുണ്ട്, അത് രേഖപ്പെടുത്താനുള്ള ഇടം തന്നെയാണിത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി തീരാൻ പറ്റുന്ന ഒന്നല്ല. നോക്കൂ, ചോദ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടോ വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഈ ചർച്ച ഇങ്ങനെ കുറച്ചുകൂടി നമ്മുടെ ഒരു വാദങ്ങൾ മുന്നോട്ട് വെച്ച്, ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. അത് ഈ ഒരു വിഷയമായതുകൊണ്ടും ഇതിൽ കുറച്ചുകൂടി കൃത്യമായ നിലപാടുകൾ പറഞ്ഞു മുന്നോട്ട് മറുപടി പറയണ്ടേ? അങ്ങയുടെ സമയമാണ്, അതിനു വേണ്ടിയാണ് അങ്ങയെ വിളിക്കുകയും ചെയ്തത്. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ് ശ്രീ മഹേഷ്, ഞാൻ രണ്ടുപേരോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ്, ശരിയാണ് ഇത്രയധികം പണം അതിൽ മുടക്കിയിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ശരി അതവിടെ അവസാനിപ്പിക്കൂ, നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇനിയെങ്കിലും കുറച്ചുകൂടി, അതായത് ഇനി ആളുകൾക്ക് പുതിയ ലൈസൻസ് കൊടുക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു കുറച്ചുകൂടി കർശനമായ മാനദണ്ഡം വെക്കുക എന്ന നിലയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ, കേരളത്തിൽ ആനകൾ വേണം എന്നുള്ളത്, ഉത്സവങ്ങൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് മാധുവിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ? നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞത് മാധു എന്ന് പറയുന്നത്, മാധുവിന്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ആനയെ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാധുവിനുണ്ടോ? ശ്രീ മഹേഷ്, ഞാൻ ഇവിടെ ആന വേണ്ടോ ആന വേണ്ടയോ എന്നൊന്നും ചോദിച്ചില്ല. ഇതിലങ്ങനെ അഭിപ്രായം അടിച്ചേൽപ്പിച്ച് പ്രശ്നമുണ്ടാക്കി ആന വേണ്ടെന്ന് മാതൃഭൂമി, ആള് വേണ്ടെന്ന് മാതൃഭൂമി, ഇങ്ങനെയൊന്നും പറഞ്ഞു പോ. നമ്മുടെ ഒരു അജണ്ട വർക്കൗട്ട് ചെയ്യേണ്ട സ്ഥലമോ വിഷയമോ അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ വളരെ, അതായത് ആരെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ആന വേണോ ആള് വേണോ എന്നുള്ളതാണ് ആ ചോദ്യം. അതിനകത്ത് ഒരു ചോദ്യം കിടക്കുകയാണ്, ആന വേണോ ആള് വേണോ. ഞങ്ങൾ പറയുന്നു രണ്ടും വേണം, ആള് വേണമോ എന്ന് നിയമവും സർക്കാരും തീരുമാനിക്കട്ടെ. രണ്ട് വാദങ്ങളുണ്ടല്ലോ ഇതിൽ, ആ രണ്ട് വാദങ്ങളുമാണ് എഴുതി കാണിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആന വേണം എന്നെഴുതി കാണിക്കാം, ആള് വേണം എന്നെഴുതി കാണിക്കാം. എനിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് അങ്ങ് ചോദിച്ചാൽ, എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഈ പല നിലപാടും പല അഭിപ്രായമുള്ള ആളുകളെ വിളിച്ചിരുത്തുന്നത് ജനങ്ങൾ ഇത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ജനങ്ങൾ ഇത് നിങ്ങൾ എല്ലാവരും പറയുന്നത് കേൾക്കട്ടെ, സർക്കാർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഏകപക്ഷമായ അഭിപ്രായമുള്ള ആളുകളെ മാത്രം പിടിച്ചിരുത്തിയാൽ പോരെ? അല്ല, ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സജ്ജി നമ്പ്യാട്ട് എന്ന് പറയുന്ന മൃഗസ്നേഹി ചോദിച്ചത് അങ്ങനെയാണ്. അതായത് മാധുവിന്റെ ഭാഷയിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അല്ല, ഞാൻ പറയുന്നു കേരളത്തിലേക്ക് ആനകൾ വരണം. കാരണം കേരളത്തിലേക്ക് ആനകൾ വന്നതാണ്. ഇപ്പൊ എന്താ പറയുന്നത്, ആനകൾക്ക് ലോഡ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു സജ്ജി നമ്പ്യാട്ട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ റെജി ലൂക്കോസ് പറഞ്ഞതുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞുകൊണ്ടോ പെട്ടെന്ന് നിൽക്കാൻ പോകുന്നതല്ലല്ലോ. ഇതിന് വേണ്ടത് എന്താണ്? ഇതെല്ലാം വേണം. നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് വേലയും പൂരവും വെടിക്കെട്ടും, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വേണം. ഇത് അപകടം ഒഴിവാക്കിക്കൊണ്ട് ഇതിനെങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കും. എത്രയോ മറ്റു അപകടങ്ങൾ നടക്കുന്നു, അതെല്ലാം നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പം ഇവിടെ മാത്രം എന്തുകൊണ്ട്? അതായത് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു ഉത്സവ പറമ്പാണ്, അവിടെ നമുക്ക് അപകടം സംഭവിക്കാൻ പാടില്ല. അതിന് മുൻകരുതലുകൾ എന്തൊക്കെ വേണം, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മോണിറ്ററിംഗ് കമ്മിറ്റികളുണ്ട്, മാധ്യമങ്ങളുണ്ട്, നിങ്ങളെല്ലാ ചാനലുകളും, നിങ്ങൾ പല ഉത്സവങ്ങളും നിങ്ങൾ കവർ ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടപ്പിലാവും. അപ്പം ആ രീതിയിൽ നടപ്പിലാകുന്നതിന് വേണ്ട കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ പോകട്ടെ. ഒരു അപകടങ്ങളും തുടർന്ന് ഇല്ലാതാവട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതായത് കേരളത്തിലേക്ക് ആന വേണം. ഞാനൊക്കെ ഒരു ഉത്സവ പ്രേമിയാണ്, അങ്ങനെ ആന ഉടമസ്ഥനായതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോടാനുകോടി ആനയെന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വന്ന ഒരാളൊന്നുമല്ല ഞങ്ങളൊന്നും. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഉത്സവങ്ങൾ നടക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. വീണ്ടും ആനകൾ കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ വരുന്ന ആനകൾ ഇപ്പം എല്ലാവരും പറയുന്നതാണ്, ആനകൾക്ക് ജോലിഭാരം കൂടുതലാണ്. ആ ജോലിഭാരം എങ്ങനെ കുറയ്ക്കാൻ പറ്റും?
മറ്റുള്ള ആനകൾ മറ്റു സംസ്ഥാനത്തു നിന്ന് വന്നാൽ ഈ ജോലിഭാരം കുറയും. പിന്നെ ആനയ്ക്ക് വേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ആനയെ നമ്മൾ മെരുക്കിയെടുക്കുന്നത് തന്നെയാണ്, അത് തർക്കമില്ലല്ലോ അതിനകത്ത്. ആനയെ മെരുക്കിയെടുക്കുന്നത് തന്നെയാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ ആന ചെറിയൊരു തെറ്റ് കാണിച്ചാൽ അതിന് ചെറിയൊരു കമ്പുകൊണ്ട് ചെറിയൊരു അടി കൊടുക്കുകയാണെങ്കിൽ ഉടനടി വീഡിയോ എടുക്കുകയായി, പിന്നെ ഫേസ്ബുക്കിൽ കൂടെ വരെയായി, ഗ്രൂപ്പിൽ കൂടെ പടരുകയായി. അപ്പൊ എന്ത് ചെയ്യും? ആന എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിക്കുന്ന ഒരു ആന, അത് പാപ്പാനും വളരെ വ്യക്തമായിട്ട് അറിയാം ആന ഇന്ന കാര്യത്തിനാണ് ഈ അനുസരണക്കേട് കാണിക്കുന്നത്. അപ്പൊ നല്ല അറിവുള്ള പാപ്പാനാണെങ്കിൽ അതിന് ചെറിയൊരു അടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് പ്രശ്നമാണ്, അയാൾക്കെതിരെ കേസാണ്, ഉടനടി വലിയ വാർത്തകളായി. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പാടില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? കമ്പി കൊണ്ട് കുത്തുന്നതൊക്കെ ആണെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 2012 നാട്ടാന പരിപാലനം അനുസരിച്ച് പറയുന്ന എന്ത് ശിക്ഷാ നടപടികളും എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളത്. അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയിലും നിങ്ങൾ രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അത് രേഖപ്പെടുത്താം, പക്ഷെ അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. പഠിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുക. അപ്പൊ അസ്വസ്ഥത